ചിറയൻകീഴിലെ ഇന്ദിരാ ഗ്യാരണ്ടി ബസ് യാത്രയ്ക്കെതിരായ പരാതി ആസൂത്രിതമെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പരാതിക്ക് പിന്നിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം. പ്രതീകാത്മക യാത്ര നടത്തിയതിൽ ആർക്കാണ് പ്രശ്നമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF പുറത്തിറക്കിയ 5 ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സ്വകാര്യ ബസ് ഇറക്കി പദ്ധതി മാതൃക പരീക്ഷിച്ചതോടെ വിവാദം. പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ യാത്ര തടഞ്ഞു. LDFും പരീക്ഷണ ഓട്ടത്തിനെതിരെ പരാതി നൽകിയിരുന്നു. മഹിളാ കോൺഗ്രസുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും പരാതിക്ക് പിന്നിൽ ഭയമെന്നും രമ്യ ഹരിദാസ്. മഹിളാ കോൺഗ്രസ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ അതിൻ്റെ ഒരു പരസ്യ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചെങ്കിൽ ഈ പദ്ധതി ജനങ്ങൾ അമ്മമാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ബാധിക്കുമെന്ന് തോന്നുന്നവർ അല്ലെങ്കിൽ അതിൽ അസഹിഷ്ണുതയുള്ളവരുടെ ഒരു ആസൂത്രിത നീക്കമായിരിക്കാം. ബസ് യാത്ര നടത്തിയതിൽ ആർക്കാണ് പ്രശ്നമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലല്ലേ പോയത്, അല്ല KSRTC ബസ്സിലല്ല പോയത്. അതൊക്കെ ജനങ്ങൾ ഒന്ന് വിലയിരുത്ത് നടത്തട്ടെ. ഇന്ദിരാ ഗ്യാരണ്ടി UDFന്റെ ആദ്യ ക്യാബിനറ്റിൽ നടപ്പാക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതേസമയം ട്രയൽ യാത്രയിൽ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.